ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന പെൺകുട്ടികളോടാണ് എനിക്ക് ചിലത് പറയാനുള്ളത്. നമുക്ക് ഇപ്പോൾ നിങ്ങളുടെ എല്ലാം ഒരു കൺസേൺ, പരീക്ഷ എങ്ങനെ ഏറ്റവും നന്നായിട്ട് എഴുതണം, അതിന് എന്തൊക്കെയാണ് മാനസികമായും ശാരീരികമായും നമ്മൾ തയ്യാറെടുക്കേണ്ടതെന്നാണ് അല്ലേ. അപ്പോൾ എനിക്ക് പെൺകുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയൊരു പരീക്ഷ നമ്മൾ എഴുതാൻ പോകുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷൻ നമുക്കുണ്ട്, അതിൻ്റേതായിട്ടുള്ള പ്രഷറുണ്ട്. ഈ ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ വരുമ്പോൾ നമുക്ക് ഹോർമോണൽ ചേഞ്ചുകൾ വരാനുള്ള സാധ്യത മാക്സിമം ആണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാം, കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ ചിലപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ടാകാം. ഇൻ ബിറ്റ്വീൻ വരുന്ന ഇറഗുലർ ബ്ലീഡിങ്സ് വരുന്നുണ്ടാകാം, നല്ല ക്രാംസ് വരുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഡെഫിനറ്റായിട്ടും എല്ലാ മന്ത്ലിയും വരാതിരിക്കുന്നുണ്ടാകാം. അങ്ങനെ ഒരുപാട് കൺസേൺസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകാം. ഇതെല്ലാം ആസ് എ പാർട്ട് ഓഫ് നമ്മുടെ ലൈഫാണ്. കാരണം നമ്മൾ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് ശാരീരികമായും മാനസികമായിട്ടും ഉണ്ടാകുന്ന ചില വേരിയേഷൻസ് അത് നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ഈ ഹോർമോണിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ഡെഫിനറ്റായിട്ടും നമ്മുടെ സൈക്കിളിനെയും ഓൾട്ടർ ചെയ്യും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇന്ന് അഡ്രസ്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പരീക്ഷയ്ക്ക് നമ്മൾ മാനസികമായും ശാരീരികമായും തയ്യാറെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മെൻസ്ട്രൽ ഡേറ്റിനെ കുറിച്ച് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമ്മൾ അതിനു വേണ്ടി എടുക്കേണ്ടതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, ചില കുട്ടികളാണെങ്കിൽ ഇറഗുലറായിട്ട് മെൻസ്ട്രൽ സൈക്കിൾ വരുന്നവരാണ്. അങ്ങനെ വരുന്നവരാണെങ്കിൽ ഡെഫിനറ്റായിട്ടും നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു 20 ദിവസം അല്ലെങ്കിൽ 30 ദിവസം മുന്നെങ്കിലും അത് വന്നില്ല എങ്കിൽ കൃത്യമായിട്ട് ഒരു ഡോക്ടറിനെ കണ്ട് അതിനുള്ള ടാബ്ലറ്റ് നമ്മൾ എടുത്ത് അതിനെ ഒന്ന് റെഗുലറൈസ് ചെയ്യാൻ നോക്കണം. ഇനി വേറെയും ഒരു കാര്യം, ഈ റെഗുലറൈസ് ചെയ്യാന്ന് പറയുമ്പോൾ അത് മെയ് 3-ാം തീയതി അല്ല നിങ്ങൾ റെഗുലറൈസ് ചെയ്യാൻ പോകേണ്ടത്. കാരണം മെയ് 4-ന് നമുക്ക് പരീക്ഷയാണ്. അപ്പോൾ പെട്ടെന്നൊരു ടാബ്ലറ്റ് എടുത്ത് ചേഞ്ച് വരുമ്പോൾ മേ ബി അത് വോമിറ്റിങ്ങോ അല്ലെങ്കിൽ നമുക്കൊരു ഡിസ്റ്റർബൻസോ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ ഇതൊരു പക്ക ടൈമാണ്. കാരണം നമുക്കിനി 2 മാസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടാബ്ലറ്റ് എടുത്ത് തുടങ്ങണമെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അഡ്വൈസ് വേണം എന്നുണ്ടെങ്കിൽ അത് എടുക്കേണ്ട കൃത്യമായിട്ടുള്ള ടൈമാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ നിങ്ങളോട് ഇത് വന്ന് പറയാം എന്ന് കരുതിയത്. കാരണം നമുക്ക് ഇറഗുലാരിറ്റി ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി ബ്ലീഡിങ് ഉള്ളവരാണ്, അത് അത്രയും ബ്ലീഡ് ചെയ്താലും നമുക്ക് പരീക്ഷ എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര പെയിൻ വരുന്നവരാണ്, അപ്പോൾ ആ പെയിനിനെ ഒന്ന് നിർത്തണം, അല്ലെങ്കിൽ ഭയങ്കര പെയിൻ വന്നിട്ട് എഴുതാൻ പറ്റാത്തവരാണെങ്കിൽ ഡേറ്റ് ഒന്ന് കുറച്ച് മാറ്റി വെക്കണം. അങ്ങനെ ഒരുപാട് കൺസേൺസ്. ഈ കൺസേൺസിനെല്ലാം തന്നെ നിങ്ങൾക്കൊരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് എന്താണ് നിങ്ങളുടെ കൺസേൺ എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് അതിനനുസരിച്ചുള്ള മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പരീക്ഷ 4-ാം തീയതി അല്ലേ, ഞാൻ മെയ് 1-ാം തീയതി പോകാം എന്ന് വിചാരിക്കരുത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഹോർമോണിനെ മാറ്റുന്ന ഗുളികകളാണ് നമ്മൾ കഴിക്കുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരുമ്പോൾ ചില കുട്ടികൾക്കെങ്കിലും വോമിറ്റിങ്ങോ നമുക്കൊരു ക്ഷീണമോ ഒരു മൂഡ് സ്വിങ്സോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പരീക്ഷയുടെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഒരു കറക്ഷന് പോകാതെ ഏറ്റവും മുന്നേ തന്നെ നമ്മളത് തിരിച്ചറിയണം. ഇനി ഡേറ്റിന് കൃത്യം മെയ് 4-ാം തീയതി ഡേറ്റ് ഉള്ളവരാണ്, ഇഷ്യൂസ് ഒന്നുമില്ലാതെ കടന്നു പോകുന്നവരാണെങ്കിൽ കൂടി നമ്മളൊരു പ്രിക്കോഷൻ എടുക്കുന്നത് നന്നായിരിക്കും. കാരണം നിങ്ങൾ പറയുന്നത് എനിക്ക് അതുവരെ വേദനയൊന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ റെഗുലറായിട്ട് സൈക്കിൾ പോകുന്ന ഒരാളാണ്, എനിക്ക് എക്സസ് ബ്ലീഡിങ് വരാറില്ല എന്നൊക്കെ പറയുമ്പോഴും ചില സമയത്ത് ഈ പറയുന്ന പോലെ ആ ഒരു ഓവർ ആങ്സൈറ്റി, പരീക്ഷാ ഹാളിലേക്ക് നമ്മൾ കയറപ്പെടുമ്പോഴുണ്ടാകുന്ന ആ ഒരു അഡ്രിനാലിൻ്റെ ഒരു റഷ് ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്വിങ്സ്. ആ സ്വിങ്സ് ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിനെയും ബാധിക്കുകയും അത് നമ്മൾ ഇതുവരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത ഒരു ചേഞ്ച് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുകയും ചെയ്യാം. ഇതൊന്നും തന്നെ നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല, മറിച്ച് നമ്മൾ എല്ലാ രീതിയിലും പ്രിക്കോഷൻസ് എടുത്ത് വേണം പോകാൻ. കാരണം കഴിഞ്ഞ വർഷവും മുന്നത്തെ വർഷവും എല്ലാം തന്നെ വെൽ പ്രിപ്പയർഡ് ആയിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന പല കുട്ടികൾക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് അവർ ഞങ്ങളോട് പറയാറുമുണ്ട്. അതിനുള്ള പ്രിക്കോഷൻസ് പല കുട്ടികളോടും നമ്മൾ പറഞ്ഞു കൊടുക്കാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും തന്നെ ആ കാര്യത്തിൽ വളരെ കെയർഫുൾ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി അടുത്ത കാര്യം, നമുക്കിപ്പോൾ ഡേറ്റ് അടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്കൊരു സംശയമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് പാഡ് കയ്യിൽ കരുതുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ മെൻസ്ട്രൽ കപ്സോ പാഡ്സോ നിങ്ങൾ എന്താണോ കംഫർട്ടബിൾ ആയിട്ട് അതുവരെ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനകത്ത് മെറ്റൽ ഒബ്ജക്റ്റ് ഒന്നുമില്ല, പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങളാണ്, റബ്ബറിന്റെ സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ചുകൊണ്ട് പോകുന്നതിന് യാതൊരു പ്രോബ്ലവും ഇല്ല. ഫ്രിസ്കിംഗ് എന്ന പ്രോസസ്സിലും അത് ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല. ഒരിക്കലും കയ്യിൽ കരുതി പോകണ്ട. കാരണം കയ്യിൽ കരുതിയാൽ എക്സാമിനേഷൻ സെന്ററിന്റെ വെളിയിൽ വെച്ച് തന്നെ അവരത് മാറ്റിക്കളയും. അപ്പോൾ ഹാളിനകത്തേക്ക് കയറുമ്പോൾ നിങ്ങൾ ഇതൊന്നും ഇല്ലാതെയായിരിക്കും പോകുക.
ചില സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വന്നാൽ പോലും പെട്ടെന്നുണ്ടാകുന്ന ഒരു സൈക്കിൾ, പെട്ടെന്നൊരു ബിഗിനിങ് വരുമ്പോൾ നിങ്ങൾക്കതൊരു പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ നമുക്ക് ഡേറ്റിനോട് അടുത്ത് നിൽക്കുന്നവർ, ഡൗട്ട് ഉള്ളവർ ഒക്കെ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ പാഡ് ഉപയോഗിക്കുന്നവർ പാഡ് ധരിച്ചുകൊണ്ട് പോയാലോ അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നവർ അത് ഉപയോഗിച്ചുകൊണ്ട് പോയി എന്ന് കരുതിയോ ഒരു പ്രോബ്ലവും ഇല്ല. നമ്മളൊരു പ്രിക്കോഷൻ എടുക്കുക. ആ ദിവസം വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഹാളിൽ പരീക്ഷയ്ക്ക് അത് വെച്ച് പോയി എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് വെച്ച് തന്നെ പോകണം, ഒരിക്കലും കയ്യിൽ കരുതി പോകരുത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മെഡിക്കേഷൻസ്, നമുക്ക് എന്തെങ്കിലും മെഡിക്കേഷൻസ് ഇപ്പോൾ ക്രാമ്പിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനോ നമ്മൾ മെഡിസിൻസ് എടുക്കുന്നവരാണെങ്കിൽ പരീക്ഷാ ഹാളിനകത്ത് കയറുന്നതിന് മുൻപ് തന്നെ ആ മെഡിസിൻ എടുത്തിട്ട് വേണം കയറാൻ. ഞാൻ മെഡിസിൻ കയ്യിൽ വെച്ച് പോകാം എന്ന് വിചാരിക്കരുത്. ഇനി എന്തെങ്കിലും മെഡിസിൻ അങ്ങനെ 1 hour 2 hours അങ്ങനെ റെഗുലറായിട്ട് എടുക്കേണ്ട ഒരു കണ്ടീഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മെഡിക്കൽ എവിഡൻസ് കയ്യിൽ കരുതേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ റെഗുലറായിട്ട് പാഡ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു ദിവസം പെട്ടെന്നൊരു സഡൻ ചേഞ്ച് നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ച് പരിചയമില്ലാത്ത ഒരു സാധനത്തിലേക്ക് മാറ്റേണ്ടത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇച്ചിരി ബ്ലീഡിംഗ് ഒക്കെ കൂടിയ കുട്ടികളാണെങ്കിൽ കപ്പാവുമ്പോൾ കുറച്ച് സമയം കൂടി ഇരിക്കും, അപ്പോൾ നമുക്ക് ഇന്ന് വരെ ഞാൻ പാഡാണ് ഉപയോഗിച്ചത്, പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ കപ്പ് ഉപയോഗിക്കാം എന്ന് വിചാരിക്കരുത്. അങ്ങനെ എക്സ്പെരിമെന്റ് നടത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ 2 മാസം സമയമുണ്ട്. അപ്പോൾ ഇനി ഒരു 2 സൈക്കിൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. ആ സൈക്കിളിന്റെ സമയത്ത് നിങ്ങൾ ഈ മാറ്റങ്ങൾ അത് ഉൾക്കൊണ്ട് വേണം പോകാൻ. കാരണം അന്ന് വരെ നമുക്ക് ഫെമിലിയർ അല്ലാത്ത ഒരു കാര്യം പരീക്ഷാ ഹാളിലേക്ക് കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ദിവസത്തേക്ക് നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടി നിൽക്കരുത്. അപ്പൊ എന്ത് കാര്യമാണോ നമുക്ക് ചെയ്യേണ്ടത് അത് നമ്മൾ ഇപ്പോഴേ അഡാപ്റ്റ് ചെയ്ത് വേണം പോകാൻ. ഇനി നമുക്ക് പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് ആ സമയത്ത് ക്രാംസ് ഒക്കെ വരുന്നവരാണ്, ഒന്ന് എണീറ്റ് നിൽക്കണമെങ്കിൽ ഇൻവിജിലേറ്ററിനോട് നമ്മൾ പറഞ്ഞ് ഒരു 2-3 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് നിങ്ങൾക്കൊന്ന് എണീറ്റ് നിൽക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ആ ഹാളിൽ നിൽക്കുന്ന ഇൻവിജിലേറ്ററിന്റെ പെർമിഷൻ വാങ്ങിയതിന് ശേഷം ഒന്ന് എണീറ്റ് നിന്ന് ഇരിക്കാം. പെൺകുട്ടികൾ അപ്പോൾ എപ്പോഴും അവെയർ ആയിട്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലപ്പം ഒട്ടും പ്രോബ്ലമാറ്റിക് അല്ലാത്ത ഒരു സൈക്കിൾ ആയിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതുവരെ അങ്ങനെ ഒന്നും വന്നിട്ടില്ലെങ്കിൽ കൂടി നമ്മളൊരു പ്രിക്കോഷൻ എടുത്ത് വേണം പരീക്ഷാ ഹാളിലേക്ക് പോകാൻ. കാരണം ആ ദിവസം ഭയങ്കര ക്രൂഷ്യലാണ് നമുക്ക്. അപ്പോൾ ആ ദിവസം ഉണ്ടാകുന്ന ചെറിയൊരു ചേഞ്ച് പോലും നമ്മുടെ മാർക്കിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ആ സമയത്ത് നിങ്ങൾ പാനിക്കായി പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം മുൻകരുതലുകൾ എടുക്കുന്നോ അത്രത്തോളം നമ്മൾ സേഫ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഏറ്റവും റിലാക്സ്ഡ് ആയിട്ട് പോകണമെങ്കിൽ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് മെയ് 1 അല്ലെങ്കിൽ ഏപ്രിൽ അവസാനമോ അല്ല, മറിച്ച് ഇപ്പോഴേ അത് ചിന്തിച്ചു തുടങ്ങിയാൽ അതിന് ഒരു പരിഹാരം കൃത്യമായിട്ട് കാണാൻ നമുക്ക് പറ്റും. കാരണം മെഡിക്കൽ സയൻസ് അത്രയും അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കൺസേൺ അത് കൃത്യമായിട്ട് രക്ഷിതാക്കളുമായി ചർച്ച ചെയ്ത് ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്ത് റെഡി ആയിട്ട് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് പരീക്ഷാ ഹാളിലേക്ക് പോവുക. Brilliant Study Center, India's #1 coaching center for NEET and JEE.